നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. ബാങ്ക് ഓഫ് ബറോഡയിലെ ഓഫീസ് അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 2025 മെയ് 3 മുതൽ മെയ് 23 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻസ് നോക്കി അതിന്റെ എല്ലാം ഫുള്ളി ക്വാളിഫൈഡ് ആണെന്ന്, എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 3/5/2025, അതായത് മെയ് 3 മുതൽ 23/5/2025 മെയ് 23 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ അപേക്ഷകൾ പൂർണ്ണമാകുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ 500 വേക്കൻസികളാണുള്ളത്. കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറും വേക്കൻസികളുണ്ട്. കേരളത്തിൽ 19 വേക്കൻസികളാണുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ 500 വേക്കൻസികളാണുള്ളത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ മിനിമം 18 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക, എവിടെയാണോ അപ്പോയിന്റ്മെന്റിലേക്ക് അവിടുത്തെ റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ നിയമനം ലഭിക്കുന്നവർ മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത്രമാത്രം യോഗ്യതയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 19,500 മുതൽ 37,815 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. അടിസ്ഥാന ശമ്പളത്തിനൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രായപരിധി ആണെങ്കിൽ SC/ST കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആളുകൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സർവീസ്മാർക്ക് 3 വർഷം മുതൽ അവരുടെ കാലാവധി അനുസരിച്ചുള്ള ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് മിനിമം ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. ഏത് സംസ്ഥാനത്താണോ നിയമനം അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ നിർബന്ധമായി അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവര്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, വനിതാ കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെ 100 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകിയാൽ മതിയോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരെല്ലാം 600 രൂപയാണ് അപേക്ഷാ ഫീസ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 മാസം പ്രൊബേഷൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും കൺഫർമേഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രൊസീജിയർ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം മെഡിക്കൽ ചെക്കപ്പും അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ചെക്കപ്പ് വഴിയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തിയിരിക്കുക. എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, ജനറൽ അവയർനെസിന്റെയും 25 ചോദ്യങ്ങൾ 25 മാർക്ക്, എലിമെന്ററി അർത്ഥമെറ്റിക്സ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്, സൈക്കോമെട്രിക് ടെസ്റ്റ് അത് റീസണിംഗ് പോലെയുള്ള 25 ചോദ്യം, അങ്ങനെ 100 ചോദ്യങ്ങളും 100 മാർക്കുമാണ്. ആകെ 80 മിനിറ്റ് ആയിരിക്കും സമയം. 1 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സമയം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തില് നിർബന്ധമായും അവർ മലയാളം അറിഞ്ഞിരിക്കണം. അതിന്റെ ടെസ്റ്റ് ഉണ്ടാവും, പരിശോധന ഉണ്ടാവും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി എക്സാമിനേഷൻ സെന്ററുകൾക്ക് പറഞ്ഞാൽ കേരളത്തിലെ തിരുവനന്തപുരവും കൊച്ചിയും മാത്രമാണ് കൊച്ചിയും കോഴിക്കോടുമാണ് എക്സാമിനേഷൻ സെന്ററുകൾ. 3 സെന്ററുകൾ എക്സാമിനേഷൻ കേരളത്തിലുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സെന്റർ മാറ്റാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഈ താല്പര്യമുള്ള സെന്റർ മാത്രം ചൂസ് ചെയ്യുക. പിന്നീട് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന കാര്യം മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇടയ്ക്കൊക്കെ ബാങ്കിന്റെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. കാരണം പുതിയ ചേഞ്ചസും ഡീറ്റെയിൽസും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ബാങ്ക് സൈറ്റിലായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും എന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ വെബ്സൈറ്റ് ആയ www.bankofbaroda.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം www.bankofbaroda.in/career എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ഫീസ് അടയ്ക്കുക, സബ്മിറ്റ് ചെയ്യുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഒരു പ്രിന്റൗട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് പ്രയോജനം ചെയ്യും. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.bankofbaroda.in സൈറ്റിലാണ് വരിക. അപ്പൊ നിങ്ങൾ അതിലെ കരിയർ പേജസ് പോയിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ വരുന്ന സൈറ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരുന്നതും ഒക്കെ ഇവിടെ ആയിരിക്കും. അതുപോലെ നിങ്ങളെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഉൾപ്പെടെ ഇവിടുന്നായിരിക്കും. അതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക.
ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.